പൊതുവേ ഞാൻ അറിഞ്ഞിടത്തോളം പല പ്ലെയേഴ്സ് മാർക്കറ്റിലുള്ളവരൊരു 10 to 15 lakhs ഒക്കെ ഒരു 30 കിലോവാട്ടിന്റെ മെഷീൻ തന്നെ ഈടാക്കുന്നുണ്ട്. മെഷീൻ, അതിന്റെ വയറിങ്, കണക്ഷൻ, ഈ ഷെൽട്ടർ ഇതെല്ലാം അടക്കം KSEBക്ക് കൊടുത്ത സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടക്കം 8 lakhs. 8 lakhs എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് 8 lakhsനെ പറ്റിയിട്ട് എന്ത് തോന്നുന്നു? ബെസ്റ്റ് പ്രൈസ് ആണ്. ആ ഒരു പ്രൈസിൽ ഒരാളും കേരളത്തിൽ ചെയ്യുന്നില്ല. ഷെൽട്ടറൊക്കെ എടുത്ത് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനകത്ത് വീട്ടിന്റെ പിന്നെ കോസ്റ്റ് കുറയും, നല്ലപോലെ കോസ്റ്റ് കുറയും. അതേപോലെ ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ലേബറിന്റെ മുകളിലും വേറെ കോസ്റ്റ് കുറയും. മാക്സിമം ചുരുക്കി പിടിക്കുകയാണ്. ഈ ഷെൽട്ടറും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റി ജസ്റ്റ് ചെറിയൊരു തൊപ്പിയും ഫോണും ചാർജറും മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ 7 ലക്ഷത്തിന്റെ അകത്ത് നമുക്ക് വഴിയിലെത്താൻ പറ്റും. അതും ഇത് ഞാൻ പറയുന്നത് സീമെൻസിന്റെ മെഷീൻ വെച്ചിട്ടാണ്. കാരണം റെഗുലേറ്ററി കമ്മീഷൻ ഈ പറയുന്ന പോലെ നമ്മുടെ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസിലുള്ള ഫിക്സഡ് ചാർജ് റിമൂവ് ചെയ്തിട്ടുണ്ട്. 30, 60, 120 ഉണ്ടോ? 120, 180, 240, 360. ഇതിനൊക്കെ എന്ത് കോസ്റ്റ് വരും എന്നുള്ള റഫ്ലി ചാർജർ ചൂസ് ചെയ്യുന്ന നേരത്ത് കറക്റ്റ് റിക്വയർമെന്റ് മനസ്സിലാക്കിയിട്ടില്ല ചൂസ് ചെയ്യുക. ഇപ്പൊ ആൾക്കാർ എന്താ നോക്കുന്നത്, 30 കിലോവാട്ട് സിംഗിൾ ഗൺ, 60 കിലോവാട്ട് ഡബിൾ ഗൺ കഴിഞ്ഞു, വാറണ്ടി എത്ര വർഷമുണ്ട്. പക്ഷേ ആരും ഈ വാറണ്ടി പോളിസിയിൽ ചാർജർ യൂസ് ചെയ്തിട്ട് പിന്നെ വിൽക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വെറുതെ കിട്ടാനും വേണ്ടി മാത്രമല്ല, അതിനുശേഷം പ്രോഫിറ്റ് വരണമല്ലോ. ഇതൊരു 10 വർഷത്തേക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ആ 10 വർഷത്തേക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാവുക, ഈ മിഷന്റെ റിലയബിലിറ്റി എങ്ങനെയാണ്, നമുക്ക് ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർ റിലയബിൾ ആണോ, ഈ പ്രൊജക്ട് കൺസൾട്ട് ചെയ്യുന്നതിനെ പറ്റി ഉദാഹരണം ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടി വരുന്നത്. വളരെ കൺവീനിയന്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ അറിയോ, ഈ ഗണ്ണിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ വെയിറ്റ് ഇല്ലാത്തൊരു ഗണ്ണാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെയിറ്റ് കുറഞ്ഞൊരു ഗണ്ണ് കാണുന്നത്. അത് മാത്രമല്ല, നമ്മൾ കേബിൾ നോക്കിയാലും സാധാരണ നമ്മൾ കാണുന്ന അത്രയും തിക്നെസ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് വളരെ സുഖമായിട്ട് നമുക്കിത് കൊണ്ട് നടന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് നദീം ലത്തീഫ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കേരളത്തിലെ ആദ്യത്തെ സീമെൻസിൻ്റെ മെഷീൻ യൂസ് ചെയ്യുന്ന പബ്ലിക് ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനിലാണ്. ഞാൻ ഇന്നിപ്പോൾ ഉള്ളത് മഞ്ചേരിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ സെറ്റപ്പിന് എത്ര കോസ്റ്റ് വന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ ഓണറായിട്ടുള്ള ജയരാജ് സാറിനെ പരിചയപ്പെടാം. കുറച്ച് കാര്യങ്ങൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചറിയാനുണ്ട്. സാർ ഇപ്പോൾ എന്താണ് ജോലി കാര്യങ്ങളൊക്കെ? ഞാൻ ബിസിനസ്സാണ്. ലോജിസ്റ്റിക്സ് ആണ് എൻ്റെ ബിസിനസ്. ഓക്കെ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, റിലയൻസിൻ്റെ സർവീസ് പാർട്ട്ണറാണ്. എങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിക് ചാർജിങ് എന്നുള്ളൊരു ഒരു ഐഡിയയിലേക്ക് വരുന്നത്? ഞാൻ കുറച്ച് ഇലക്ട്രിക് EV വണ്ടികളെ കുറിച്ച് ഇങ്ങനെ ഇറങ്ങിയ മുതൽ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച്. ഞാൻ ട്രയലിനായിട്ട് ഞാൻ ആദ്യം കർവ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അതിനെക്കുറിച്ച് അറിയാൻ ഗോവിന്ദുമായിട്ട് സംസാരിച്ച സമയത്താണ് ചാർജിങ് മെഷീനെ കുറിച്ചും ചാർജിങ് സ്റ്റേഷനെ കുറിച്ചൊക്കെ ഗോവിന്ദിനെ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ഫീഡ്ബാക്കിൻ്റെ പുറത്താണ് ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് ഇത്. കാര്യം 2035 ഗവൺമെൻറ് തന്നെ പറയുന്നു 40-50% EVയിലേക്ക് മാറുമെന്നത്. അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ. പിന്നെ നമുക്ക് മറ്റ് തലവേദനകളൊന്നും ഇല്ലല്ലോ, മാൻ പവറിൻ്റെ ആവശ്യങ്ങളില്ല. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് റൺ ചെയ്യുന്ന ഒരു ബിസിനസ്, വല്ലപ്പോഴും ഒരു ഇഷ്യൂ വന്നാൽ അതൊന്ന് മെയിൻ്റനൻസ് മാത്രമേ നമുക്ക് സെൽഫ് റണ്ണിങ് ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റികളിലൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് ഈ പറയുന്ന പോലെ സീമെൻസിന്റെ മെഷീനിലേക്ക് വന്നെത്തിയത് എങ്ങനെയാണ്? ഞാൻ ഇവിടുത്തെ പല ഓപ്പറേറ്ററോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പല പ്രൊവൈഡേഴ്സ്, മീൻസ് ചാർജിങ് മെഷീൻ പ്രൊവൈഡേഴ്സ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം കോട്ട് ചെയ്ത പ്രൈസ് വളരെ വലിയ പ്രൈസാണ് അവരൊക്കെ കോട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അതിന് ROI നോക്കുന്ന സമയത്ത്, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ നോക്കുന്ന സമയത്ത് അതിൻ്റെ സമയം കൊടുത്തിട്ട് ഇങ്ങനെ എനിക്ക് ഗോവിന്ദോട് സംസാരിച്ച സമയത്താണ് ഗോവിന്ദ് പറഞ്ഞ് സീമെൻസ് ഉണ്ടെന്ന്. സോ ഞാൻ സീമെൻസിൽ നോക്കുന്ന സമയത്ത് ഇന്റർനാഷണലി ജർമ്മൻ ബ്രാൻഡ് എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ചാർജിങ് സ്റ്റേഷൻസ് ഉള്ളൊരു ബ്രാൻഡ്. സീമെൻസിനെ പറ്റി നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല. അതെ. അപ്പം ആ ഒരു കണ്ടപ്പോഴാണ് ഇതിലേക്ക് എത്തിയപ്പോൾ പിന്നെ പറഞ്ഞു. പിന്നെ പ്രൈസ് വൈസ് നോക്കിയ സമയത്തും എനിക്ക് ഇവിടുത്തെ ബ്രാൻഡുകൾ, ഇവിടുത്തെ പ്രൊവൈഡേഴ്സ് തന്നിട്ടുള്ളതിനേക്കാൾ നല്ല പ്രൈസാണ് ഗോവിന്ദ് കോട്ട് ചെയ്ത് തന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഈ പ്രൈസിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പലർക്കും അല്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമുക്ക് ആ പ്രൈസിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ അറിയണം. പൊതുവേ ഞാൻ അറിഞ്ഞിടത്തോളം പല പ്ലെയേഴ്സ് മാർക്കറ്റിലുള്ളവരൊരു 10 to 15 lakhs ഒക്കെ ഒരു 30 കിലോവാട്ടിന്റെ മെഷീൻ തന്നെ ഈടാക്കുന്നുണ്ട്. അപ്പോൾ 10 to 15 എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ഇതിന് സാറിന് ഏകദേശം എത്ര എമൗണ്ട് ആയിട്ടുണ്ട്? എനിക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് GST 8 lakhs ആണ്. 8 lakhs ആണ് അയക്കുന്നത്. 8 lakhs കംപ്ലീറ്റ് വർക്ക് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലാവാൻ എനിക്ക് ഇൻക്ലൂഡിങ് GST 8 lakhs ആണ്. അതായത് മെഷീൻ, അതിന്റെ വയറിങ്, കണക്ഷൻ, ഈ ഷെൽട്ടർ ഇതെല്ലാം അടക്കം KSEBക്ക് കൊടുത്ത സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടക്കം 8 lakhs. 8 lakhs എനിക്ക് കംപ്ലീറ്റ് ആയിട്ട്. ആ 8 lakhsനെ പറ്റിയിട്ട് എന്ത് തോന്നുന്നു? ബെസ്റ്റ് പ്രൈസ് ആണ്.
ആ ഒരു പ്രൈസിൽ ഒരാളും കേരളത്തിൽ ചെയ്യുന്നില്ല. ഇല്ല, അത് ടു ബി ഓണസ്റ്റ് ഞാനും കുറച്ച് സുഹൃത്തുക്കളുടെ കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചപ്പോൾ ചില കമ്പനികളുടെ നമ്മൾ അന്വേഷിച്ചാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല 10 lakhs അതിന് മേലേക്കൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 8 lakhs എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഒരു വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പോൾ ഞാൻ പൊതുവേ ഇത് എൻ്റെ വണ്ടി വിൻസറാണ്. അപ്പോൾ പുതിയ വണ്ടി ആയത് കാരണം നമ്മൾ പല ചാർജിങ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്കും പല മെഷീനിലും ഇത് കമ്പാറ്റബിൾ അല്ല. അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്ന് ഫിക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പലരും, ഞാൻ എന്നല്ല ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പം ഞാൻ അപ്പോൾ ഒരു സ്കെപ്റ്റിക്കലായിട്ടാണ് ടു ബി ഓണസ്റ്റ് ഞാൻ വന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് തന്നെ ചാർജ് ആകുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഇനി അടുത്ത ചാർജിങ് സ്റ്റേഷൻ തപ്പി നടക്കണം. പക്ഷേ ഫോർച്യുനേറ്റ്ലി നമ്മൾ വന്ന് കുത്തി ഫസ്റ്റ് ട്രയൽ തന്നെ നമ്മുടെ വണ്ടി ചാർജായി. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു സമാധാനം, ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ വന്നു. ഇത്ര പുതിയൊരു മെഷീൻ വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ട്രയലിൽ തന്നെ കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമ്മുടെ വണ്ടിയിൽ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ എനിക്ക് തോന്നുന്നത് 30 kW ആണ്. നമുക്ക് 27 kW ചാർജിങ് ഔട്ട്പുട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് ആയിട്ട് എനിക്ക് പേഴ്സണലി ആസ് എ കസ്റ്റമർ തോന്നി. അപ്പോൾ ഇത് 30 kW മെഷീൻ അല്ലേ? സിംഗിൾ ഗണ്ണാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ പാർക്കിങ്ങിന്റെ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ ഉള്ളത് ഉണ്ടായിരിക്കണം. അതെ, കാരണം കൂടുതൽ നമുക്ക് ഡബിൾ ഗൺ കൊടുത്താൽ പാർക്കിംഗ് ബുദ്ധിമുട്ട് വരും. ഇപ്പോഴത്തെ കസ്റ്റമർക്ക് ബുദ്ധിമുട്ട് വരാം. അവിടെ ബാങ്ക് കാര്യങ്ങൾ ബാങ്കുള്ളതോ കാര്യങ്ങളുള്ളതായിട്ട് ഡേ ടൈമിൽ ചിലപ്പോൾ 2 വണ്ടി വന്നാൽ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് വാറണ്ടി കാര്യങ്ങളിന്റെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ് പറയുന്നത്? 2 years വാറണ്ടി ഉണ്ട്. അതും സിമൻസിന്റെ മാത്രം ഓഫറാണ്. ബാക്കി എല്ലായിടത്തും ഞാൻ സ്വന്തം എല്ലാവരും 1 year വാറണ്ടിയാണ്. 2 years വാറണ്ടി. 2 years വാറണ്ടി, 1 year വാറണ്ടി. അത് കഴിഞ്ഞ് AMC എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ. ഇവർ ഓൾറെഡി ഫസ്റ്റ് പ്രപ്പോസൽ തന്നെ ഒരു 2 year വാറണ്ടി ഇട്ടിട്ട് തന്നെയാണ് എനിക്ക് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഇപ്പോൾ നാളെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് ലോക്കൽ എഞ്ചിനീയേഴ്സ് അവൈലബിൾ ആണ്. ലോക്കൽ എഞ്ചിനീയേഴ്സ് സീമെൻസിന് എഞ്ചിനീയേഴ്സ് അവൈലബിൾ ആകുന്ന കമ്മിക്കന്നെ. പിന്നെ പൊതുവെ സീമെൻസിന് എല്ലാ പ്രോഡക്റ്റും മറ്റ് പ്രോഡക്റ്റ് നോക്കുമ്പോഴും ഞാൻ അതിനെക്കുറിച്ചൊരു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഫാസ്റ്റ് സർവീസ് ആണ് സീമെൻസിന്. ഞാൻ ഇതിൻ്റെ കാര്യമല്ല പറഞ്ഞു, മറ്റുള്ള പ്രോഡക്റ്റിൽ എൻ്റെ എക്സ്പീരിയൻസ് ഫാസ്റ്റ് സർവീസ് ആണ്. പിന്നെ ആ ഒരു ബ്രാൻഡിന് കൊടുക്കുന്ന ഒരു വാല്യൂ അവർ എന്തായാലും പ്രൊവൈഡ് ചെയ്യും. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3-4 days ആയി. 4 days കസ്റ്റമേഴ്സ് ഇതുവരെ വന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ല. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഇതുവരെ വന്നു പോയതിലൊരു 70-80% കസ്റ്റമർ ഞാൻ നേരിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ നെക്സോൺ, പഞ്ച്, വിൻസർ എല്ലാം വന്നു. നെക്സോൺ വന്നു, പഞ്ച് വന്നു, ടിയാഗോ വന്നു, വിൻസർ ഫസ്റ്റ് ടൈം എല്ലാം ചാർജിങ് ആണ്. എല്ലാം ചാർജ്. ഫോൾട്ട് കാര്യങ്ങളൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഫസ്റ്റ് തന്നെ. അല്ല ഓഫ് കോഴ്സ് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ സിജൻസ് എന്നുള്ള. അപ്പോൾ നമുക്ക് അത്ര വലിയ ഇഷ്യൂസ് ഒന്നും വരേണ്ടല്ലോ. നമ്മുടെ നാട്ടിലുള്ള ചെറിയ സ്റ്റാർട്ടപ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ ചൈനയിൽ നിന്ന് ബൾക്കായിട്ട് മെഷീൻ എടുത്തിട്ട് റീബ്രാൻഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ്. ഞാനിതിന് പിന്നെ എൻ്റെ ഫ്രണ്ട് എഞ്ചിനീയേഴ്സിന് വന്ന് ഉള്ളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം സിമെൻസിൻ്റെ. മറ്റു പ്രോഡക്റ്റ് വാങ്ങി അസംബിൾ ചെയ്തിട്ടുള്ളതല്ല. അല്ല, കംപ്ലീറ്റ് സിമെൻസിന്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഫുള്ള് പഠിച്ച് ഇതിനെ കുറിച്ച് അന്വേഷിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇറങ്ങിയേക്കുന്നത്. ഇത് ലിസ്റ്റ് ചെയ്തേക്കുന്ന ചാർജ് മോഡിലാണ്. അതെ. അപ്പം നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. സോ എന്തുകൊണ്ടായിരിക്കും ചാർജ് മോഡിലേക്ക് വന്നേക്കുന്നത്? സീമെൻസിന്റെ മെഷീനിൽ 3 ഓപ്ഷൻസ് സെറ്റ് വരുന്നുണ്ട്. ഒന്ന് QR കോഡ് ഉണ്ട്, ദെൻ RFID ഉണ്ട്, കൂടാതെ ഓട്ടോമാറ്റിക് ചാർജിങ് ഫെസിലിറ്റിയോട് സീമെൻസ് ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും വണ്ടി ജസ്റ്റ് ഗണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് മോഡിനും ആ ഫെസിലിറ്റി ഉണ്ട്. അടിപൊളിയാണ്. ചാർജ് മോഡിന്റെ ആപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ മിഷൻ കോമ്പാറ്റബിൾ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ജസ്റ്റ് ഗണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അത് നല്ലൊരു മാനേജ് ചെയ്യാനോ കാര്യങ്ങളോ നിൽക്കേണ്ട. അത് നല്ലൊരു ഫീച്ചർ. പിന്നെ എനിക്ക് തോന്നുന്നത് ചാർജ് മോഡ് എന്ന് പറയുമ്പോൾ മലയാളികളുടെ സ്വന്തമായിട്ടുള്ള ബ്രാൻഡാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എൻ്റെ ചാർജിങ് കോസ്റ്റ്. ഒരു ഏകദേശം ഒരു 15 രൂപക്ക് താഴെ അല്ലെ ആ ഒരു റേറ്റിൽ നമുക്ക് ചാർജിങ് കിട്ടും. അതും ഒരു ഭയങ്കര ഒരു ഫാക്ടർ ആയത് കാരണം കുറെ കൂടെ പോപ്പുലർ ആണ്. അതെ. പിന്നെ കസ്റ്റമർ കെയറും നല്ല കസ്റ്റമർ കെയർ ആണ്, ഏത് സമയത്ത് അവൈലബിൾ ആണ്. ഞാൻ ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും കിട്ടി, ഒരു തവണ വിളിച്ചപ്പോൾ കിട്ടിയില്ല, പക്ഷെ അവർ തിരിച്ചു വിളിച്ചു. അപ്പം അങ്ങനെ ചാർജ് മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ, ഈ പ്രൈസ്, പിന്നെ ഈ ഓട്ടോ ചാർജ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് ചാർജ് മോഡിലേക്ക് വന്നാൽ അതെ തീർച്ചയായിട്ടും നല്ല സർവീസ് തന്നെയാണ് ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നെ ഇത് മൊത്തത്തിൽ ഇപ്പം ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, ഗോവിന്ദിനെ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ഇത് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കിയതും എങ്ങനെയായിരുന്നു എൻ്റെ ട്രാൻസ്ഫോമർ കാര്യങ്ങൾ? കാരണം ഇത് വന്നതിന് ശേഷം പിന്നെ ഗോവിന്ദിന്റെ ഗൈഡൻസ് ആയിരുന്നു. പക്ഷേ വർക്കേഴ്സ് കംപ്ലീറ്റ് നമ്മുടെ ലോക്കലായിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്കുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ റെഗുലറായിട്ട് സപ്ലൈ ചെയ്ത് നമ്മൾ സർവീസ് വന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രീഷ്യൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കുകളും ഇതേപോലെ തന്നെ ഞങ്ങളുടെ മറ്റു വർക്കുകളെല്ലാം ചെയ്തിരുന്ന കോൺട്രാക്ടർ തന്നെയാണ്. പക്ഷേ ഇവർക്ക് വേണ്ട ഗൈഡൻസ് എല്ലാം ഗോവിന്ദ് കൊടുത്തു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട്
ചെയ്യാൻ സാധിച്ചു. ഒന്നിച്ചൊരാൾക്ക് കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രൈസിനേക്കാൾ നല്ല രീതിയിൽ നമുക്ക് തന്നെ ചെയ്യാൻ സാധിച്ചു അതിൻ്റെ. അപ്പൊ ഇതിന്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഗോവിന്ദിന്റെ ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ അതെ ഞങ്ങൾ തന്നെയാണ്. അതെ, ഇനി ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ട്രാൻസ്ഫോമർ KCB നിന്നാണ്. KCB ആയിട്ട് ചെറിയ ചില ഉണ്ടായിരുന്നു കണക്ഷൻ ചെന്ന സമയത്ത്. അതും ഈ പറഞ്ഞ നമ്മൾ ഗോവിന്ദ് തന്നെയാണ് അവിടെയും നമ്മളെ ഗൈഡ് ചെയ്തത്. ടോട്ടലി ഗോവിന്ദ് ഇതിനകത്തൊരു കൺസൾട്ടന്റ് ആയിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത് ഡിസ്കഷന് ശേഷം ഗോവിന്ദോട് ഡിസ്കസ് ചെയ്ത് പുള്ളിയെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാണ് ചെയ്തത്. പുള്ളിയുടെ കൺസൾട്ടൻസിയാണ് കംപ്ലീറ്റ് പർച്ചേസ്, എല്ലാ മെറ്റീരിയൽ പർച്ചേസ് ആണെങ്കിലും. KCB ആയിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു, ചെറിയ ഇഷ്യൂസ് KCB ആയിട്ട് ഉണ്ടായിരുന്നു. ഇഷ്യൂ അല്ല, കണക്റ്റഡ് ലോഡിന്റെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് വന്ന സമയത്ത് നമ്മൾ CGRFൽ പോകേണ്ടി വന്നു. അതെല്ലാം ഗോവിന്ദ് തന്നെയാണ്. CGRFൽ എനിക്ക് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്തതും എല്ലാം ഗോവിന്ദ് തന്നെയായിരുന്നു. KCB പവർ സപ്ലൈയുടെ കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നു. പുള്ളിയുടെ ഗൈഡൻസിൽ നമ്മൾ ലോക്കലായിട്ടുള്ള നമ്മുടെ ആളുകളെ ഉപയോഗിച്ചിട്ടാണ് വർക്കുകൾ കംപ്ലീറ്റ് തീർത്തത്. ഇനിയിപ്പോ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? അതായത് ഇതിൽ നിർത്തുകയാണോ അതോ ഇത് അപ്ഗ്രേഡ് ചെയ്യാനാണോ അതോ തീർച്ചയായിട്ടും, കാരണം എനിക്ക് ഇത് കൂടാതെ 6 ഗോഡൗൺ സ്പേസുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ട്രയലാണ്. ഇവിടെ സക്സസ് ആവുന്നതനുസരിച്ച് കുറച്ചുകൂടെ ഒന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക്, എൻ്റെ മറ്റുള്ള ഗോഡൗണുകളിലെല്ലാം ഇതിനെ കൊണ്ടുവരാം. നമുക്കും ഇത് ലാഭമാണെന്നുള്ളത് അതെ, നമുക്ക് ലാഭമാണെന്നുള്ള നമുക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ മറ്റു ഗോഡൗണുകളിലേക്ക്, എൻ്റെ മറ്റു ഗോഡൗണിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഓൾറെഡി കഴിഞ്ഞൊരു 1 to 2 years ആയിട്ട് ഞങ്ങൾ EV ഇപ്പോൾ 35-40ഓളം EV 2 വീലർ ഉപയോഗിക്കുന്നുണ്ട്, 8ഓളം 3 വീലർ ഉപയോഗിക്കുന്നുണ്ട്, 2 കാറ് നെക്സോണിൻ്റെയും. കാരണം എൻ്റെ ഓഫീസിൽ എൻ്റെ മാനേജേഴ്സും എല്ലാം ഒരു മാനേജർ ഉപയോഗിക്കുന്ന നെക്സോണാണ്. ടിയാഗോ ഉണ്ട്, 2 വണ്ടി. അപ്പോൾ ഇത് ഞങ്ങൾ 2 വർഷത്തിന് പിന്നാലെ ഉണ്ട് പഠിക്കാനും ഇതുമായിട്ട്. സോ നോക്കിയ സമയത്തോടത്തോളം പിന്നെ വേറൊരു എനിക്ക് ഉള്ളൊരു ഗൈഡ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഒരു ബിസിനസ് ചെയ്യുന്ന ആൾ, GST രജിസ്ട്രേഷനുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമുക്ക് GST ഇൻപുട്ട് എടുക്കാം. ഓക്കെ, അതായത് നമ്മളുടെ ബിസിനസ്സിലേക്ക് ഇതിനെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടി നമുക്ക് വരുന്നുണ്ട്. മെഷീൻ 5% വരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇൻഫ്ലുവൻസ് സംബന്ധിച്ചും GST ഇൻപുട്ട് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഇതിൻ്റെ എക്സ്പെൻസ് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ആനുവൽ IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഈ എക്സ്പെൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ള കുറേ അഡ്വാൻറ്റേജസ് അതിൻ്റെ അകത്ത് വേറെ വരുന്നുണ്ട്. ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഇതായിട്ട് തുടങ്ങുന്ന ഒരാളേക്കാൾ കൂടുതൽ അഡ്വാൻറ്റേജ് എക്സിസ്റ്റിംഗ് ബിസിനസ്സുകാർക്ക് വരുന്നുണ്ട് അതിനകത്ത്. ഓക്കെ, നമുക്കപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾ ചാർജ് മോഡും അവരുടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആപ്പുകളിലൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ മഞ്ചേരി സെർച്ച് ചെയ്താൽ അതിനകത്ത് കൃഷ്ണ എന്റർപ്രൈസസ് എന്നുള്ള പേരിൽ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. മേ ബി നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്യണം. തീർച്ചയായിട്ടും ചൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ്, ലാഭകരമാണോ എന്നുള്ള കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഗൈഡ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ ഷെയറിങ്. താങ്ക് യു എൻ്റെ സ്റ്റേഷനിൽ വരാനും ഞങ്ങളുടെ സർവീസ് എടുക്കാനും തയ്യാറായതിന് താങ്ക് യു. ഞാൻ ഈ ഒരു ചാർജിങ് സ്റ്റേഷനിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചെന്നല്ല, വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ അറിയോ? ഈ ഗണ്ണിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ വെയിറ്റ് ഇല്ലാത്തൊരു ഗണ്ണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെയിറ്റ് കുറഞ്ഞൊരു ഗണ്ണ് കാണുന്നത്. അത് മാത്രമല്ല, നമ്മൾ കേബിൾ നോക്കിയാലും സാധാരണ നമ്മൾ കാണുന്ന അത്രയും തിക്നെസ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് വളരെ സുഖമായിട്ട് നമുക്കിത് കൊണ്ട് നടന്ന് ചാർജ് ചെയ്യാൻ സാധിക്കും. അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ ഓണറുടെ അനുഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. ഇനി ഈ ചാർജിങ് സ്റ്റേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കൺസൾട്ടൻ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ സുഹൃത്ത് ഗോവിന്ദിൻ്റെ ഇൻപുട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. ഗായ്സ്, അപ്പോൾ എൻ്റെ കൂടെ ഗോവിന്ദുണ്ട്. ഗോവിന്ദിന് പ്രത്യേകം ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എന്നാലും ഞാൻ പറയാം. ഗോവിന്ദ് പഠിച്ചത് EVസിനെ പറ്റിയിട്ടാണ്. ഗോവിന്ദിൻ്റെ ബിസിനസ് എല്ലാം ഇലക്ട്രിക്കൽ റിലേറ്റഡ് EV കൺസൾട്ടൻസി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ എല്ലാ ഗൈഡൻസ് കാര്യങ്ങളെല്ലാം ചെയ്തത് ഗോവിന്ദാണ്. അപ്പോൾ ഗോവിന്ദ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്? ഇത് CMSന്റെ ഫസ്റ്റ് പ്രൊജക്റ്റ് ഞങ്ങൾക്ക് വരുന്നത്. ഇപ്പോൾ നദീമിനെ അറിയാലോ, ഓൾറെഡി ബോൾട്ട് അതിൻ്റെ കേരള ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി DC ഫാസ്റ്റ് ചാർജേഴ്സിൻ്റെ മുകളിൽ ആക്സസ് ഉണ്ട്. ആ ഒരു വരുന്ന ടൈമിൽ ഓൾറെഡി DC ചാർജിങ്ങിൻ്റെ പല ലീഡ്സും എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പുതിയ DC ചാർജിങ് ബ്രാൻഡ് അല്ലെങ്കിൽ എനിക്ക് അറിയാത്തൊരു കമ്പനി ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി ആൾക്കാർ അവരുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ലക്ഷങ്ങളാണ് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആസ് എ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബിസിനസ്സിൻ്റെ പ്രധാന ടൂളാണ് ഈ ചാർജർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ചാർജറിൻ്റെ പ്രൈസിൻ്റെ കൂടെ ബാക്കി എല്ലാ വർക്കും കൂടി ചെയ്ത് ഇത്
റണ്ണ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ചാർജറിനെ പറ്റിക്കഴിഞ്ഞാൽ ഇൻ ദ ഫ്യൂച്ചർ, ഇത് വാറണ്ടി പോളിസിയോ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്, ഇൻ ദ ഫ്യൂച്ചർ ഈ ചാർജർ നിന്ന് കഴിഞ്ഞാൽ ഈ ബിസിനസ് കംപ്ലീറ്റ്ലി നിലച്ചു പോകും. അതുകൊണ്ട് മെയിൻ സ്ട്രീം റിലയബിൾ ആയിട്ടുള്ള ബ്രാൻഡ് വേണമെന്നായിരുന്നു എനിക്ക് പണ്ട് മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇപ്പം മാർക്കറ്റിൽ പലതും അവൈലബിൾ ആയിട്ട് നിന്ന ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസ് ആണ്. ആ ചാർജേഴ്സിന് ഇഷ്യൂ ഉണ്ടെന്നല്ല, പക്ഷേ ഞാൻ പേഴ്സണലി കംഫർട്ടബിൾ അല്ല ഇത് ക്ലയൻസിന് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഇലക്ട്രിക്കലാണ്. ഗ്രാൻഡ് ഫാദർ ഇലക്ട്രിക്കലിൻ്റെ ബിസിനസ്സിലായിരുന്നു, ഫാദർ ഇലക്ട്രിക്കലിൻ്റെ ബിസിനസ്സായിരുന്നു. ഇപ്പം ഞാൻ ഇതിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം പണ്ട് മുതലേ പല ബ്രാൻഡ്സിനെ കാണാറുണ്ട്, പുതിയ പല ബ്രാൻഡ്സ് വന്നതും പോയതും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്തെ ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള കമ്പനീസ് തന്നെ എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുന്നത് ഇലക്ട്രിക്കൽ കമ്പനീസ് നിലവിൽ മാർക്കറ്റിൽ സീമെൻസ് ABB രണ്ടും മാത്രമേ ഉള്ളൂ. ബാക്കി മിക്കതും പുതിയ വന്ന സ്റ്റാർട്ടപ്സും അതേപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ ബ്രാൻഡ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇൻഫാക്ട് ബോൾട്ടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രിക്കലിലെ ബ്രാൻഡ്സ് DC ഫാസ്റ്റ് ചാർജിങ്ങിലോട്ട് വരട്ടെ, അന്ന് കേരളത്തിൽ DC ചാർജസ് സപ്ലൈ ചെയ്യാന്നുള്ളത്. ഇതിൽ പിന്നെ തോന്നുകയായിരിക്കും ഇതെന്താണ് ബോൾട്ടും ചാർജ് മോഡും എല്ലാം ലോക്കലിരിക്കുന്നത്. ചാർജ് മോഡുണ്ട്, സീമെൻസിന്റെ പ്രഭാവി ഉണ്ട്, ബോൾട്ട് ഉണ്ട്. പ്രഭാവി നദീം അറിയാലോ, എൻ്റെ കമ്പനിയാണ്. ബോൾട്ടിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ വന്നിരുന്നത്. ബോൾട്ടിൽ DC ചാർജിങ് എൻറ്റയർലി വേറെ വേർട്ടിക്കലാണ്. ഒരു ക്ലയൻറ്റ് ഇപ്പം ചാർജിങ് സ്റ്റേഷൻ ബോൾട്ടിൽ നിന്ന് വാങ്ങുകയാണ്, അവർക്കത് ഏത് ആപ്ലിക്കേഷനിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ സാർ ചൂസ് ചെയ്തിരിക്കുന്ന ചാർജ് മോഡാണ്, കാരണം സീമെൻസിൻ്റെ ഓട്ടോ ചാർജ് ഫീച്ചേഴ്സും ചാർജ് മോഡിൽ നേറ്റീവ്ലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. ഇനിയിപ്പം വേറൊരു ക്ലയൻറ്റിൻ്റെ വേറൊരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ അത് ഈസിലി ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതിൽ വേണമെങ്കിലും നമുക്ക് ഏതിൽ വേണമെങ്കിലും ഇടാം. OCPP കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഏതിൽ വേണമെങ്കിലും ഇടാം. ഇനി അതല്ല 2-3 ആപ്ലിക്കേഷൻ OCPI കംപ്ലൈൻ്റ് ആണെങ്കിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും പറ്റും. അങ്ങനെ ഇപ്പം നമ്മുടെ എറണാകുളത്ത് വന്നിരിക്കുന്നത് ഗോയിസിലാണ് നിലവിൽ അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൾക്കാർക്ക് തന്നെ ചെയ്യാൻ പുനത്തുറയിൽ എന്തോ വന്നിരിക്കും. ചാർജർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ചാർജിങ് കാര്യങ്ങൾ, കസ്റ്റമർ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ചാർജിങ് റിലേറ്റഡ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ചാർജ് മോഡ്. അതെ, ചാർജ് മോഡാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇത് 2025 തുടക്കത്തിൽ ബോൾട്ടിലോട്ട് ഷെയർ ചെയ്യും ഈ ചാർജർ. അതായത് ബോൾട്ടിൻ്റെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ബോൾട്ടിൻ്റെ ആപ്പ് വെച്ചിട്ടും ചാർജ് ചെയ്യാൻ പറ്റും, ചാർജ് മോഡ് വെച്ചിട്ടും ചാർജ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നോക്കുന്നത് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണം, ലോങ് ടേം ആയിട്ട് ഒരു ഫീസിബിലിറ്റി വേണമെന്നുള്ളത്. അപ്പം ആപ്ലിക്കേഷൻ്റെ മുകളിൽ കടുപിടുത്തം വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല. ഇപ്പം നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഫോൺ പേയുടെ സ്കാനറിൻ്റെ മുകളിൽ ഗൂഗിൾ പേ വെച്ചിട്ടോ Paytm വെച്ചിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും, നേരെ തിരിച്ചോ. അതേപോലെ ഈ ആപ്ലിക്കേഷൻസ് രണ്ടുമല്ല, എല്ലാ ആപ്ലിക്കേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ EV ചാർജിങ്ങിൽ ഫ്യൂച്ചറായിട്ട് വരുള്ളൂ. പിന്നെ DC ചാർജിങ്ങിൻ്റെ മുകളിലായിരുന്നു ശരിക്കും, DC അല്ല, AC ചാർജിങ്ങിൻ്റെ മുകളിലായിരുന്നു ബോൾട്ടിൻ്റെ മേജർ ഓപ്പറേഷൻസ് വന്നത്. പക്ഷേ നദീന് തന്നെ അറിയാലോ, പല സ്ഥലത്തും നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഇന്ത്യയിലെ പോളിസി ആയിട്ട് സ്റ്റേറ്റിൽ പൊരുത്തപ്പെടുന്നില്ല എന്നായപ്പം അതിൻ്റെ മുകളിൽ കുറേ ഓപ്പോസിഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത് തന്നെ ഫിക്സഡ് ചാർജ് റിമൂവ് ചെയ്ത് DC ചാർജിങ്ങിൻ്റെ മുകളിൽ അത് വളരെയധികം ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. കാരണം കുറേ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ മുകളിൽ മാറ്റണം എന്നുള്ളത്. KCBയുടെ ഭാഗത്ത് KCB അല്ല, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. റെഗുലേറ്ററി. അതെ, EV ചാർജിങ് ബിസിനസ് നടത്തുന്ന എല്ലാവരും ഈ ഡിസിഷനെ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഇതുകൊണ്ട് ഇപ്പോൾ ഫിക്സഡ് ചാർജ് വരുന്നില്ല, ബിസിനസ് മോഡലും കാര്യങ്ങളും വളരെ ക്ലീൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ചാർജിങ് സ്റ്റേഷൻ ഓണേഴ്സിന് അവർക്ക് ഇതിൻ്റെ മുകളിൽ വളരെ അഡ്വാൻറ്റേജ് ആവും. കാരണം തുടക്കം കൺസപ്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ചാർജ് ഇല്ലാത്തതിനെ കൊണ്ട് അൺനെസസറി കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ അതൊരു പ്രധാന പോയിന്റാണ്. കാരണം റെഗുലേറ്ററി കമ്മീഷൻ ഈ പറയുന്ന പോലെ നമ്മുടെ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസിലുള്ള ഫിക്സഡ് ചാർജ് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ അത് കുറച്ചുകൂടെ ആളുകളെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബിസിനസ് മോഡലിലേക്ക് അല്ലെങ്കിൽ EV ചാർജിങ് മോഡലിനെക്കാട്ടും കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിളിന്റെ അഡോപ്ഷന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് EV ചാർജിങ് ഇൻഫ്ര. ആ EV ചാർജിങ് ഇൻഫ്ര നടപ്പിലാക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് തരുന്ന പോളിസീസ് ആസ് എ കൺസ്യൂമർ സ്റ്റേറ്റ് നമുക്ക് തരണം. അതിപ്പം റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മറ്റ് കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ, ചിലരെ വെച്ച് നോക്കുമ്പോൾ ഈ ചാർജിങ് സ്റ്റേഷന് ഹാഫ് പ്രൈസ് ആയിട്ടുള്ളൂ, ഇൻക്ലൂഡിങ് ഇൻസ്റ്റലേഷൻ എല്ലാം അടക്കം. പലർക്കും പല ബിസിനസ് മോഡൽസ് ആണ് വരാറുള്ളത്. ആദ്യം തന്നെ ഞാൻ ക്ലിയർ ആക്കി പറയാം, ആരെ പറ്റിയിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പം എൻ്റെ ബിസിനസ് മോഡലിന് പറയാൻ നേരത്ത് ഇലക്ട്രിക്കൽ കാര്യങ്ങളുടെ മുകളിലും ഈ ചാർജറിൻ്റെ മുകളിലും കോംപ്രമൈസ് വരുത്താൻ പറ്റില്ല. അത് വളരെ പ്രോപ്പർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ 2 ചാർജർ മാത്രമേ നോക്കിയിട്ടുള്ളൂ, സീമെൻസ് അല്ലെങ്കിൽ ABB. ABBയുടെ കേസ് 24 കിലോവാട്ട് ആയിരുന്നു, ആൻഡ് അതിൻ്റെ മുകളിൽ പ്രൈസ് ഈവൺ മോർ ഹയർ ആയിരുന്നു. അപ്പോൾ ഇവിടെ 30 കിലോവാട്ടിൻ്റെയും ഞങ്ങൾക്ക് ഫീസിബിലിറ്റി കിട്ടിയതിന് ശേഷം സീമെൻസ് ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ബാക്കി ഇലക്ട്രിക്കൽ വർക്ക് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ തന്നെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഗൈഡൻസ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ മുകളിൽ ഏതൊക്കെ കേബിൾ എങ്ങനെ ലേ ചെയ്യണം, ഏത് കേബിളാണ് കൊടുക്കേണ്ടത്, ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യേണ്ടത്, മൗണ്ട് ചെയ്യേണ്ടത്, ഇതേപോലെ തന്നെ ഈ കാനപ്പി കാര്യങ്ങളുടെയും നമുക്ക് അത് കാണിക്കാം. ഈ കാനപ്പി കാര്യങ്ങളും ഞങ്ങൾ നോക്കാൻ നേരത്തെ പല സ്ഥലത്തും ഇത് വളരെ കോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഈ കാനപ്പിയുടെ ശരിക്കുള്ള പേർപ്പസ് എന്താണ്? ചാർജറിനും വണ്ടിയുടെ ഒരു പോർഷനും നിൽക്കുന്ന ആൾക്കാർക്കും വെതർ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. അതെങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക, ഇതേപോലത്തെ കാര്യങ്ങൾ നോക്കി തുടങ്ങി. പിന്നീട് അതേപോലെ തന്നെ ഞങ്ങളുടെ ബിസിനസ് മോഡലിൻ്റെ ഭാഗമായിട്ട് തന്നെ അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് കംപ്ലീറ്റ്ലി കട്ട് ഷോട്ട് ചെയ്യും. അൺനെസസറി വിസിറ്റ്സ്, അതേപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള മാർജിൻസ് എടുക്കുക,
പല കാര്യങ്ങളും ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഈ ഒരു ഇൻഡസ്ട്രീനെ തന്നെ ലിബറേറ്റ് ചെയ്യാനാണ് ശരിക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ നദീമിന് അറിയാലോ, ഓൾറെഡി ഞങ്ങൾക്ക് ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ് ലൈസൻസ് ഉള്ളതാണ്. ഇത് മൊത്തം വേണമെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യായിരുന്നു. ബട്ട് കോഴിക്കോട് നിന്ന് ഇവിടം വരെ വരണം, ഞങ്ങൾ കോമ്പണന്റ് ഇവിടം വരെ വരണം, മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ വരണം. അത് അൾട്ടിമേറ്റ്ലി എന്താവും, ക്ലയൻറ്റിന് കോസ്റ്റ് കൂടും. പക്ഷേ ക്ലയൻറ്റ് തന്നെ ഓൾറെഡി വർഷങ്ങളായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യനെ വെച്ചിട്ട് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറിനെ വെച്ചിട്ട് ഇത് ചെയ്യാൻ നേരത്ത് അതിൻ്റെ മുകളിൽ സിഗ്നിഫിക്കൻ്റ് കോസ്റ്റ് കുറയാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ നേരത്തെ എനിക്ക് ഇതെല്ലാം മാനേജ് ചെയ്യണം, ആ കാര്യങ്ങൾ മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ്ലി എൻ്റെ മാർജിൻസ് എനിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി കഴിഞ്ഞത്. ബേസിക്കലി ശരിക്കും അറിയാലോ, മുന്നേ സ്ട്രാറ്റജീസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തതിനെ കൊണ്ട് കൺസൾട്ടിംഗ് ആണ് എൻ്റെ മെയിൻ റോളായിട്ട് വരുന്നത്. ശരിക്കും എൻ്റെ കമ്പനിയുടെ പേരിനെ പ്രഭ EV കൺസൾട്ടിംഗ് എന്നാണ്. ലോഗോ വെക്കാൻ നേരത്തെ പ്രഭ EV എന്നാക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ കൺസൾട്ടിംഗ് റോളിൽ നിന്നിട്ടാണ് പല കാര്യങ്ങളുടെ മുകളിലും നോക്കിയിട്ട് വരുന്നത്. ഇപ്പം പല സ്ഥലത്തും, അതായത് ഇപ്പം ചാർജറിൻ്റെ പ്രൈസ് കുറവായതുകൊണ്ടല്ല നമുക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്, ഇതിൻ്റെ മുകളിൽ ടെക്നിക്കൽ നോഹോ ഉള്ളത് കൊണ്ടും ഈ ബിസിനസ് എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കുന്നതിനെ കൊണ്ടാണ് കിട്ടുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടി പോളിസിയിലോട്ടോ അല്ലെങ്കിൽ മിഷൻ്റെ മേക്കിലോട്ടോ വരുന്നൊരു ചുരുങ്ങുന്നൊരു സംഭവമല്ല. ആൾക്കാർ അവർ പ്ലേസ് ചെയ്യുന്ന ട്രസ്റ്റാണ് ആ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ശരിക്കും ചെയ്യുന്നത്, ഇപ്പം പലരും എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട് EV ചാർജിങ് ഫ്യൂച്ചർ ആണല്ലോ, ബാങ്കിൽ പൈസ ഇടുന്ന പോലെ ഇതിലോട്ട് ഇടാന്നുള്ളത്. ഞാൻ അവരോട് സ്ട്രേറ്റ് വേ പറയാറുണ്ട്, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ മ്യൂച്വൽ ഫണ്ടോ ഒന്നുമല്ല. ദിസ് ഇസ് എ ബിസിനസ്. എല്ലാ ബിസിനസ്സിൽ വരുന്ന പോലെ തന്നെ അസോസിയേറ്റ് കുറച്ച് റിസ്ക്കും കാര്യങ്ങളും ഇതിലുമുണ്ട്. ആ ബിസിനസ്സിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ കുറച്ച് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പം കാലിക്കറ്റിൽ വരാൻ പോകുന്ന ചാർജിങ് സ്റ്റേഷൻ SBIയിലുള്ള ഒരു മേജർ മാനേജറാണ്. അവരായിട്ടുള്ള മീറ്റിംഗ്സും കാര്യങ്ങളും അവരുടെ സൈറ്റും കാണുന്നത് രാത്രി 11 മണിക്ക് ശേഷം മാത്രമാണ്. നമുക്ക് മൂവാറ്റുപുഴയിൽ ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്. ഞാനും ക്ലയൻറ്റും ഇന്നേ വരെ സ്ഥലത്തോട്ട് വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും റിമോട്ടിലേക്ക് വേണം മാനേജ് ചെയ്തത്. ഇപ്പോൾ ചാർജറോട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ നേരത്തെ നമുക്ക് സിഗ്നിഫിക്കൻ്റ്ലി കോസ്റ്റും കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബേസിക്കലി പലരും പല ബിസിനസ് മോഡൽസ് ആണ്. എൻ്റെ ബിസിനസ് മോഡലിൽ എനിക്ക് മാർജിൻ വളരെ കുറവെടുത്തിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കൺസൾട്ടിംഗ് റോളിലാണ് ഞാനും കുറച്ചും കൂടി കംഫർട്ടബിൾ ആവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റിയത്. സോ ഇപ്പോൾ ചാർജിങ് സ്റ്റേഷൻ പർച്ചേസ് ചെയ്യാനാണെങ്കിലും, അതല്ല ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ ഒരാൾ വേറെ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു EV കൺസൾട്ടൻ്റ് ആയിട്ടാണെങ്കിലും ഗോവിന്ദനെ കോൺടാക്ട് ചെയ്താൽ ചെയ്യാൻ പറ്റും, കൺസൾട്ടിംഗ് റോളും ചെയ്യാൻ പറ്റും. ബട്ട് പല കേസസിലും ആൾക്കാർ ഇപ്പം കൺസൾട്ടിങ്ങിന് വേണ്ടി ഓൾറെഡി വിളിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കാണാറുള്ളത്, ചാർജർ ചൂസ് ചെയ്യുന്ന നേരത്ത് കറക്റ്റ് റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ടില്ല ചൂസ് ചെയ്യുക. ഇപ്പം ആൾക്കാർ എന്താ നോക്കുന്നത്, 30 കിലോവാട്ട് സിംഗിൾ ഗൺ, 60 കിലോവാട്ട് ഡബിൾ ഗൺ, കഴിഞ്ഞു, വാറണ്ടി എത്ര വർഷമുണ്ട്. പക്ഷേ ആരും ഈ വാറണ്ടി പോളിസിയിൽ ചാർജർ യൂസ് ചെയ്തിട്ട് പിന്നെ വിൽക്കാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വെറുതെ കിട്ടാനും വേണ്ടി മാത്രമല്ല, അതിനുശേഷം പ്രോഫിറ്റ് വരണമല്ലോ. ഇതൊരു 10 വർഷത്തേക്ക് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ്. ആ 10 വർഷത്തേക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാവുക, ഈ മിഷന്റെ റിലയബിലിറ്റി എങ്ങനെയാണ്, നമുക്ക് ഈ വർക്ക് എടുക്കുന്ന കോൺട്രാക്ടർ റിലയബിൾ ആണോ, ഈ പ്രൊജക്ട് കൺസൾട്ട് ചെയ്യുന്നതിനെ പറ്റി ഉദാഹരണം ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടി വരുന്നത്. അതാണ് മെയിൻലി ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പൊതുവേ ഇപ്പൊ ചാർജിങ് സ്റ്റേഷന്റെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കും. പലരും എൻ്റെ അടുത്ത് പറയും, സാർ ബ്രോ ഇപ്പൊ ഇറങ്ങിയ മഹീന്ദ്രയില് 175 കിലോ വാട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു 30 കിലോ വാട്ടോ 60 കിലോ വാട്ടോ വെച്ചുകൊണ്ട് എന്താണ് കാര്യം? കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോലെ. ഇത് നമ്മള് അതിന് ശരിക്കും വളരെ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഉണ്ട്. അതായത് ഹൈ പവർ DC ചാർജിങ് ഇമ്പോർട്ടൻ്റ് ആണ്, യാതൊരു സംശയവും ഇല്ല. പക്ഷേ ആസ് ഓഫ് നൗ ആൻഡ് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ ഓൾസോ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാൻ നേരത്ത് നമ്മുടെ മെജോറിറ്റി കസ്റ്റമേഴ്സ് വരുന്നത് sub 10 lakh റേഞ്ചിലുള്ള വെഹിക്കിൾസ് ആണ്. ഇപ്പം അതിന് തന്നെ അറിയാലോ, അതായത് ഇപ്പം BE6 ഇറങ്ങാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇനി നെക്സോണും MGയുടെ വിൻസറും ആരും വാങ്ങില്ല എന്നുള്ളത്. പക്ഷേ ഈ രണ്ടും വേറെ വേറെ സെഗ്മെന്റിലാണ്. 10 ലക്ഷത്തിൻ്റെയും 15 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങുന്ന ഒരാൾക്ക് ചിലപ്പം 25 ലക്ഷത്തിൻ്റെയും 30 ലക്ഷത്തിൻ്റെയും വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ഏതാണ് നമ്മൾ റോഡിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഇലക്ട്രിക് കാർ കേരളത്തിൽ നിലവിൽ? ടിയാഗോ EV, നെക്സോൺ EV, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചാർജർ വണ്ടികളാണ്. അതേപോലത്തെ വണ്ടികളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ ബേസ് ആയിട്ട് വരുന്നത്. അങ്ങനെ വരാൻ നേരത്ത് അവർക്ക് മോർ ദാൻ സഫീഷ്യൻ്റ് ആണ് ഈ ചാർജിങ്ങിൻ്റെ മുകളിൽ. ഇപ്പം നദീൻ്റെ കാറിൻ്റെ വിൻസറാണ്, ഇത് ഏകദേശം 50 കിലോവാട്ട് DC ചാർജ് എടുക്കും. പക്ഷേ നദീൻ ലാസ്റ്റ് കയറിയ 4 ചാർജിങ് സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ അത് മിക്കവാറും 30 കിലോവാട്ട് ആവാനാണ് ചാൻസ് ഉള്ളത്. കാരണം നമ്മൾ ഇതിന് ആരും മറ്റേ ഫുൾ ചാർജിന് വേണ്ടി DC നിൽക്കില്ല. ഞാൻ തന്നെ പറയാറുണ്ട്, DC ചാർജിങ്ങിന് ഫുൾ ആക്കുന്നത് ഇറ്റ് ഈസ് എ പോയിന്റ്ലെസ് കോൺസെപ്റ്റ്. നമ്മൾ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DC ചാർജിന് കൊടുക്കുന്നത്. അവിടെ അപ്പം ഡബിൾ ഗൺ ആണെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ. ബട്ട് ഒരു സ്ഥലത്ത് നമുക്ക് ഇവിടെ ഇപ്പം ഡബിൾ ഗൺ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഇഫ് യു ഹാഡ് മോർ പാർക്കിംഗ്. ഒരു വണ്ടി ഇവിടെ ബാങ്ക് അസോസിയേറ്റഡ് ആണ്, വലിയൊരു ഫേം ഇവിടെ ഫംഗ്ഷനിങ് ആണ്, അതുകൊണ്ട് സിംഗിൾ കാർ പാർക്കിംഗ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ടൈമിലും EV ചാർജിങ് എനേബിൾ ചെയ്യാനുള്ള വിധത്തിലാണ് നമ്മളിത് ഓപ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഭാവിയിൽ പവർ കൂടി ചാർജേഴ്സും വരും. ബട്ട് ബൾക്ക് ഓഫ് ദ മാർക്കറ്റ് ആയിട്ടും ബിസിനസ് മോഡൽ നോക്കാൻ നേരത്ത് ഈ 30 കിലോവാട്ട് പോലെ ചാർജേഴ്സിൻ്റെ ആയിരിക്കും ഫ്യൂച്ചർ ഉണ്ടാവാൻ പോകുന്നത്. പിന്നെ അവർക്ക് ഈ പറയുന്ന പോലെ അത്രയും വില കൂടിയ വണ്ടികൾ വാങ്ങുന്നവർക്ക് 500-600 അതൊരു പോയിന്റ് ആണ്. അവർക്ക് റേഞ്ച് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് ടു ബാംഗ്ലൂർ പോകുന്ന എൻ്റെ നെക്സോൺ ആണ്, ഇത് വയനാട് നിന്ന് ചാർജ് ചെയ്യണം, മൈസൂരിൽ നിന്ന് ചാർജ് ചെയ്യണം, ചിലപ്പോൾ എക്സ്പ്രസ് വേയിൽ ചാർജ് ചെയ്താലേ എത്തിയുള്ളൂ. കാരണം ടാറ്റയുടെ വണ്ടിയാണ്, പറയാൻ പറ്റില്ല. ഇനി ഇതേപോലെ തന്നെ നേരെ മറിച്ചിട്ട് ഇപ്പോൾ ഒരു BE60 ആണ്,
അതൊറ്റ ചാർജിൽ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞ് ഇതിനിടയിൽ ചാർജിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഒരു കാർ എത്തുന്നില്ല. അതെ. അതുകൊണ്ട് റേഞ്ച് കുറഞ്ഞ കാറാണ് പബ്ലിക് കൂടുതൽ അഡോപ്റ്റ് ചെയ്യുക. മീൻസ് റേഞ്ച് കുറഞ്ഞ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. അവർക്ക് വേണ്ട ഇതാണ് നമ്മൾ ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ കേറ്റർ ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഹബ്ബ് അതേപോലത്തെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നേരത്ത് അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ അവിടെ ഫീസിബിലിറ്റി കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഹയർ പവർ ചാർജസ് വെക്കും. ഇപ്പം ഇത് ഇതുവരെ പുറത്തുനിന്ന് വിട്ടിട്ടില്ല. കേരളത്തിൽ DC ചാർജിങ്ങിന്റെ വളരെ പവർ കൂടിയൊരു ഹബ്ബ് വരാൻ പോകുന്നുണ്ട്. ഇപ്പം KCBയുടെ ഫീസിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഇപ്പം ഫിക്സഡ് ചാർജ് മാറിയല്ലോ. അവിടെ വളരെ എറണാകുളത്താണ് വരുന്നത്. അടിപൊളി. വളരെ നല്ല പവർ കൂടിയ ഹബ്ബ് വരുന്നുണ്ട്. നമുക്ക് എന്ത് കോസ്റ്റ് വരും? ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ ഏകദേശം എല്ലാ അടക്കം 8 lakhsോളം വന്നു എന്ന് പറഞ്ഞപ്പോ 30, 60, 120 എന്തോ 120, 180, 240, 360. ഇതിനൊക്കെ എന്ത് കോസ്റ്റ് വരും എന്നുള്ള റഫ്ലി? ആ ഹയർ പവറിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര ഓർഡർ ക്വാണ്ടിറ്റി കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ. പിന്നെ ഈ കോസ്റ്റ് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഈ വീഡിയോയുടെ ടൈം എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നത് 6 മാസത്തിന് ശേഷമായിരിക്കും. അതെ. EV ചാർജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രൈസ് വളരെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ഒരു റേറ്റ് ഇപ്പം ഈ കേസിൽ നമുക്ക് എക്സ്ട്രാ 50,000 ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ക്ലയന്റ് ഓൾറെഡി 50,000 ബോൾട്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ. ആസ് ഓഫ് നോ നമുക്ക് 6.5 ചിലപ്പോൾ മറ്റേ കൂടുതൽ വിഷയസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ 6 lakhsന് ഈസി ചാർജർ ആയിട്ട് കിട്ടും. ആൻഡ് ഇത് ചാർജർ മാത്രമായിട്ടില്ല, ഇപ്പൊ സീമെൻസിന് ഈ പോളും അടക്കമാണ് വരുന്നത്. ശരി. അപ്പൊ ഇൻഡസ്ട്രിയൽ വർക്കും വേറെ കുറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് കോസ്റ്റ് ഏകദേശം 8 lakhsന് റഫ്ലി 8 lakhs വേണമെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ചാർജ് വെക്കാം. ഫിൽറ്ററൊക്കെ എടുത്ത് മാറ്റി വേറെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനകത്ത് വീട്ടിന്റെ പോർട്ടിന് കോസ്റ്റ് വരും, നല്ലപോലെ കോസ്റ്റ് കുറയും. അതേപോലെ ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്താണ് ഇത് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ലേബറിന്റെ മുകളിലും വേറെ കോസ്റ്റ് കുറയും. ശരിക്കും വളരെ മാക്സിമം ചുരുക്കി പിടിക്കുകയാണ്. ഈ ഷെൽട്ടറും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റി ജസ്റ്റ് ചെറിയൊരു തൊപ്പിയും ഫോണും ചാർജറും മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ 7 ലക്ഷത്തിന്റെ അകത്ത് നമുക്ക് 7 ലക്ഷത്തിനകത്ത് അതും ഇത് ഞാൻ പറയുന്നത് സീമെൻസിന്റെ മെഷീൻ വെച്ചിട്ടാണ്. ചാർജറിന്റെ മേക്ക് ലോവർ ഗ്രേഡ് വരാൻ നേരത്ത് വീണ്ടും നമുക്ക് പ്രൈസ് കുറയ്ക്കാം. 60 കിലോവാട്ട് ആകുമ്പോൾ എന്ത് റേറ്റ് ഏകദേശം വരും? 60 കിലോവാട്ടിന് അറൌണ്ട് 10.5 to 11 lakhs ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം ഫ്രെയിം. അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ. ഇതുപോലെ ഒരു ചാർജിങ് സ്റ്റേഷൻ വെക്കണം, എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ ഓക്കെ ആണത് വെക്കാൻ, എന്തൊക്കെയാണ് എനിക്ക് വേണ്ടത്? ആദ്യം തന്നെ ഞാൻ പറയാറുണ്ട്, ഞാൻ ടേൺകീ മോഡലിൽ ചെയ്യാറില്ല. ഇതിനു വേണ്ടി നമുക്ക് സമയം മാറ്റി വെക്കാനുണ്ടാവും എന്നുള്ളത്. അത് ഡേ ടു ഡേ വർക്കിംഗ് എല്ലാവർക്കും ബിസിനസ്സും വേറെ കാര്യങ്ങളും ഉണ്ടാവും. രാത്രിയെങ്കിലും ഡെയിലി അരമണിക്കൂർ മാറ്റി വെക്കാനുണ്ടെന്നുള്ളത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് റിമോട്ട്ലി ഫോൺ വഴി ബിസിനസ് ഉണ്ടെന്ന് കേപ്പബിൾ ആണെന്ന് നോക്കും. അതിനുശേഷമാണ് ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് എൻ്റെ ബിസിനസ് മോഡലിൽ ഞാൻ ഒരിക്കലും ആദ്യം ചാർജർ വാങ്ങാൻ പറയാറില്ല. ഇവിടെ ഈ കേസിൽ KCBയുടെ കണക്ഷൻ കിട്ടിയതിന് ശേഷമാണ് ചാർജർ സീമെൻസിൽ നിന്ന് ഇവിടെ എത്തിക്കുന്നത്. ഓക്കെ. അതിന്റെ കാരണം എന്തായിരുന്നു? കാരണം ചാർജർ വെറുതെ വാങ്ങി വെച്ചിട്ട് ചിലപ്പോൾ KCBന്റെ ഫീസിബിലിറ്റിന്റെ മുകളിൽ, KCB മാത്രമല്ല നിങ്ങളിത് ഏത് സ്റ്റേറ്റിലാണെങ്കിലും അവിടെ ഫീസിബിലിറ്റി വേണ്ടി വരും. അതിന്റെ മുകളിൽ ഡിലേ വരുന്നുണ്ടെങ്കിൽ ഈ മിഷൻ വെറുതെ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വെക്കുന്നതായിരിക്കും. അപ്പം എൻ്റെ പ്രോസസ്സ് ആദ്യം KCB സൈഡ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സൈഡ് സോർട്ട് ഔട്ട് ചെയ്യും. ആ സോർട്ട് ഔട്ട് ഏകദേശം 90% കംപ്ലീറ്റ് ചെയ്യാൻ നേരത്താണ് നമ്മൾ ചാർജർ പ്രൊക്യൂർ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും ചെയ്യാറുണ്ട്, ഫീസിബിലിറ്റി ഏകദേശം റെഡിയായി, ചാർജറിന്റെ മുകളിൽ പിന്നീട് രണ്ടാമത്തെ ഡൗട്ട് വരും, ഈ ചാർജർ വേണോ വേറെ ചാർജർ വേണോ എന്നുള്ളത്. പക്ഷേ ഫീസിബിലിറ്റിക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ എടുത്തില്ലെങ്കിൽ ആ ഫീസിബിലിറ്റി ക്യാൻസൽ ആയി പോകും. ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് വീടുണ്ട്, വീട്ടിൽ സ്ഥലമുണ്ട്, ഫ്രണ്ടിൽ കുറേ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പം എനിക്ക് നാളെ തോന്നുകയാണ് എനിക്കൊരു ചാർജിങ് സ്റ്റേഷൻ ഇവിടെ സെറ്റപ്പ് ചെയ്താൽ കൊള്ളാം എന്നിട്ട്. ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ 3 phase അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ വേണം? ബേസിക്കലി ഒരു ലേമാൻ ടേംസിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, 3 phase കണക്ഷൻ നിർബന്ധമായിട്ടും വേണം DC ചാർജിങ്ങിന്, കാരണം പവർ കൂടുതലാണ്. ഇത് കൂടാണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കേണ്ട ഈ ലൊക്കേഷൻ വയബിൾ ആണെന്നുള്ളത്. ചിലപ്പം നല്ലപോലെ ഇടവഴിയിലോട്ട് കയറി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ആൾക്കാർ വരില്ല. പക്ഷേ മെയിൻ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറി നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ വരും, ആക്സസബിൾ ആയിട്ട്. പിന്നെ നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ ഫീസിബിലിറ്റിയും പവറും കിട്ടാൻ വേണ്ടി എത്ര പ്രൈസ് വരുന്നു എന്നുള്ളത് വളരെ വലിയ ഫാക്ടറാണ്. ഇവിടെ ട്രാൻസ്ഫോമർ എൻഹാൻസ്മെന്റ് വേണ്ടി വന്നിട്ടില്ല. ആക്ച്വലി ട്രാൻസ്ഫോമർ വേറെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ മുകളിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നു. അത് ലീഗലി അതിൻ്റെ മുകളിൽ നേരിട്ടു. എന്നിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഇല്ലാണ്ട് തന്നെ കറക്റ്റ് പ്രോപ്പർ സ്റ്റാൻഡേർഡ് പ്രകാരം ചെയ്തത്. ചില കേസിൽ ഇപ്പോൾ ഹൈവേയുടെ സൈഡിലാണ് അവിടെ എക്സ്ട്രാ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അവിടെ വയബിൾ ആവും. പക്ഷേ നമ്മുടെ ഉള്ളോട്ടുള്ള സ്ഥലത്ത് ട്രാൻസ്ഫോമർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയബിൾ ആവില്ല. ആ ലൊക്കേഷനും എത്ര ഒരു ബഡ്ജറ്റ് ഏകദേശം വരും അത് വെച്ചിട്ടാണ് നമ്മൾ വയബിലിറ്റി മോഡൽ നോക്കുന്നത്. ഇപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ കേസിൽ ഞാൻ എപ്പോഴും ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ട് അവർക്ക് വേണ്ട ROI പ്രൊജക്ഷൻസ്, ലേറ്റ് ലിമിറ്റും അപ്പർ ലിമിറ്റും വെച്ചിട്ട് അത് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കും. അത് കാണിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഡിസിഷൻ എടുക്കുന്നത് ഈ പ്രൊജക്റ്റായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടതെന്നുള്ളത്. അപ്പൊ ഈ ട്രാൻസ്ഫോമർ അത് KCB വന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് അവരാണ് പറയുക ലോഡ് വേണം കാര്യം. ഒരു പ്രൊസീജിയർ ഉണ്ട്, അതിന് നമ്മൾ KCBയിൽ പോയിട്ട് അപ്ലൈ ചെയ്യണം. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ചിലപ്പോൾ അത് ക്ലയൻസിന് തന്നെ പറഞ്ഞു കൊടുക്കും എങ്ങനെ ഫീസിബിലിറ്റി ചെയ്യേണ്ടതുള്ളത്. അതല്ലെങ്കിൽ അവർ തന്നെ ലൈസൻസ് വർക്ക് ആയിട്ട് വളരെ ചെറിയ എമൗണ്ടിൽ എനിക്ക് ഏൽപ്പിക്കും.
ഇങ്ങനെ ചെയ്യാറുണ്ട്. ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുമ്പോൾ എന്ത് കോസ്റ്റ് വരും സാധാരണ? ഡിപ്പെൻഡ് ഇപ്പം 100 KV ട്രാൻസ്ഫോമർ ആണെങ്കിൽ ആസ് ഓഫ് നോ റേറ്റ് അതിന് 5 lakhs അടുത്താണ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വരുന്നത്. എൻഹാൻസ്മെന്റ് ആണെങ്കിൽ ചിലപ്പോൾ അത്ര വരില്ല, 2.5 to 5 lakhന്റെ ആയിരിക്കും വരിക. ട്രാൻസ്ഫോമർ വെക്കേണ്ട കേസ് വന്നാൽ അത്യാവശ്യം നല്ലൊരു ചെലവ്. ഇത് 100ന്റെ കേസിൽ നമ്മൾ 100 ട്രാൻസ്ഫോമർ മാറ്റി 160 250 വെക്കുകയാണെങ്കിൽ കോസ്റ്റ് മുകളിലോട്ട് പോകും. അല്ല, ഞാൻ എപ്പോ പൈസ മുടക്കി ഞാനൊരു ട്രാൻസ്ഫോമർ വെക്കാണ്, പറ്റും. അപ്പൊ ഇതിന് വേണ്ടി മാത്രം ട്രാൻസ്ഫോമർ വെച്ചു. അപ്പൊ അവിടെ എനിക്ക് ഇപ്പൊ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര ചാർജസ് വരെ നമുക്ക് വെക്കാൻ പറ്റും? ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി എത്രയാണ് അതിന്റെ 90 അല്ലെങ്കിൽ 80% വരെ ചാർജസ് വെക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ 100 ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നമുക്ക് 90 30യുടെ 3 വരെ നമുക്ക് 30യുടെ 3 അല്ലെങ്കിൽ 60 + 30 ഓക്കെ. അങ്ങനെ ചെയ്യാൻ പറ്റും. വേറെ പിന്നെ എന്താണ് പ്രത്യേകിച്ച് ആഡ് ചെയ്യാനുള്ളത്? വീഡിയോ കുറച്ച് ലെങ്തി ആയി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം, കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ EV-നെ പറ്റി അറിയാന്നുള്ളൊരു സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ നിർത്താതെ ഇങ്ങനെ പോയിക്കൊണ്ട് DC ചാർജിങ്ങിലും ഇത് മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, പലതും നമ്മൾ സംസാരിച്ചു. വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ട്? ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നുവെങ്കിൽ, എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്, കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. കാരണം ഞാൻ EV വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇലക്ട്രിക് വാഹന ഫീൽഡിൽ നമുക്ക് അതിൻ്റെ ഒരു അഡാപ്ഷൻ എന്തോരം ഇമ്പോർട്ടൻ്റ് ആയിരുന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതെന്തായാലും ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ബിസിനസ്സാണ്. ഫ്യൂച്ചറിലേക്ക് എന്നല്ല, ഇപ്പോഴേ ഓൾറെഡി ചെയ്ത് ഒരുപാട് വളരെ നല്ലൊരു ബിസിനസ്സാണ്. പക്ഷെ ആ ബിസിനസ് മെന്റാലിറ്റി എന്തായാലും വരണം. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം നമ്മൾ ബിസിനസ് നടത്തുന്ന ആളാവണമെന്ന് വേണമെന്നില്ല. ഇപ്പം പല ആൾക്കാരും ഗവൺമെന്റ് സർവൻസ് ഉണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ എംപ്ലോയിഡ് ആണ്, ഇവർ ഇതിലോട്ട് വരാറുണ്ട്. ഞാൻ ഈ ബിസിനസ് മോഡൽ എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരും. ബട്ട് ഇത് എനിക്കൊന്നും നോക്കാൻ പറ്റില്ല, നിനക്ക് പൈസ വരും, നീ നോക്കണം. അത് വേറെ ആൾക്കാർ ശരിക്കും, പക്ഷേ ഞാൻ ചെയ്യാറ് വേറെ ബ്രാൻഡുകൾ വേറെ ബ്രാൻഡുകൾ ചെയ്യാറുണ്ട്. ആൻഡ് അതിന് തെറ്റൊന്നുമില്ല, അത് അവരുടെ ബിസിനസ് മോഡലാണ്. എൻ്റെ ബിസിനസ് മോഡലിൽ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി ഒരു കൺസൾട്ടന്റ് പോലെ നിന്നിട്ട് കൺസൾട്ടന്റ് റോളിൽ നിന്നിട്ട് ക്ലയൻസിന് ഇതിന്റെ പ്രോപ്പർ ആയിട്ട് വലിയ മനസ്സിലാക്കി കൊടുക്കുക. അതിന് അഡ്വാൻറ്റേജ് എനിക്ക് വരുന്നത് ഭാവിയിൽ ഈ ക്ലയൻസിന് തന്നെ ഇതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആവും. അതേപോലെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ വരികയാണെങ്കിൽ അവർക്ക് അത് ഈസിലി മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നെറ്റ് എഫക്റ്റിൽ അവർക്ക് കിട്ടുന്ന പ്രൈസും കുറയും, എന്നെ സംബന്ധിച്ച് എൻ്റെ എഫേർട്ടും കുറയും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് സെറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗോവിന്ദിനെ കോൺടാക്ട് ചെയ്താൽ പോലും തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അത്യാവശ്യം ലെങ്തി ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യണം, നിങ്ങൾക്ക് സീമെൻസിൻ്റെ മെഷീനാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഗോവിന്ദിനെ കോൺടാക്ട് ചെയ്യാം. അതല്ല, നിങ്ങൾ നിങ്ങളുടേതായ മെഷീൻ ഇപ്പോൾ ഏതെങ്കിലും ബ്രാൻഡുകളുടെയൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല, എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും ഐഡിയ ഇല്ല. അപ്പോൾ ഒരു EV കൺസൾട്ടൻറ്റിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും കേരളത്തിൽ വേറെ ആരും ഇല്ല, ഗോവിന്ദ് തന്നെ ഉള്ളൂ. കാരണം ഗോവിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പുഷ്പേനെ പറ്റി പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് പോലെ ആയിക്കഴിഞ്ഞു കേരളത്തിലെ EV. നമ്മൾ EVയിൽ ഏത് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും ഗോവിന്ദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതങ്ങനെ ഇന്റൻഷ്യലി വന്നതല്ല, ഒരു വിധത്തിൽ വന്നു പോയതാണ്. അപ്പോൾ ഗോവിന്ദിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ഇൻപുട്ട്, ഫീഡ്ബാക്ക് കാര്യങ്ങൾ, അതുപോലെ സജഷൻസ്, ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ചാർജിങ് സ്റ്റേഷൻ വെക്കുന്നത് ഫീസിബിൾ ആണോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വൈസായിട്ടൊരു ഡിസിഷൻ തീരും കാര്യങ്ങളൊക്കെ എത്താം. ഗോവിന്ദിൻ്റെ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഇട്ടേക്കാം, പഴയ വീഡിയോസിൽ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്.